നോക്കൂ, ഇനി നമുക്കതിൽ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ഒന്നാമത്തെ നോക്കൂ, എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദ ക്ലിക്കിംഗ് ഓഫ് എ മൗസ് ഓർ ദ പ്രസ്സിങ് ഓഫ് എ ഫ്യൂ ബട്ടൺസ്. കണ്ടു, അത് എവിടെയുള്ളത് നോക്ക്, ഇതാ ഇവിടെയുള്ളത്. ഇതാ എവറിത്തിങ് ഹാപ്പൻസ്, കണ്ടു, ബൈ ക്ലിക്കിംഗ് ഓഫ് എ മൗസ് ഓർ ബൈ ദ പ്രസ്സിങ് ഓഫ് എ ഫ്യൂ ബട്ടൺസ്. അപ്പോൾ എന്തുകൊണ്ടാണ്, വാട്ട് ഡസ് ദ റൈറ്റർ മീൻ ബൈ ദിസ്? എന്താ നോക്കൂ, ഇപ്പം നമ്മളുടെ ഒരു മൊബൈലിൽ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് വളരെ ദൂരത്തുള്ള ഒരാളുമായിട്ട്, ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ ചില ബട്ടണുകൾ അമർത്തിയാൽ മതി അല്ലേ? അപ്പം എന്താണത് കാണിക്കുന്നത്? ഫാസ്റ്റ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അപ്പം എന്താ നമ്മൾ ഉത്തരം എഴുതുക? ഇറ്റ് മീൻസ് ദ ഫാസ്റ്റ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അതല്ലേ കാര്യം. പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. എന്താ ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ പാസ്റ്റ്. പണ്ട് അങ്ങനെയല്ല. മോസ്റ്റ് പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ്, പോസ്റ്റ് ദം ഇൻ ആൻ എൻവലപ്പ് ആൻഡ് ഗോട്ട് ദം സ്റ്റാമ്പ്ഡ്, ഡ്രോപ്ഡ് ദം ഇൻ എ പോസ്റ്റ് ബോക്സ് ആൻഡ് വെയിറ്റഡ് പേഷ്യൻ്റ്ലി ടു ഹിയർ ഫ്രം ദ അതർ പേഴ്സൺ അല്ലേ? പണ്ട് ഇങ്ങനെ കത്തൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത് മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കണമായിരുന്നു. നിങ്ങളുടെ മുത്തശ്ശനോടും അമ്മമ്മയോടൊക്കെ ചോദിച്ചറിയാം പണ്ട് കാലത്തെ ആശയവിനിമയം നടത്തിയ രീതിയെ പറ്റിയിട്ട്. ഇപ്പം അതല്ല. അപ്പം പക്ഷെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് അടുത്ത് പറയുന്നത്. എങ്ങനെയാ നോക്കൂ, വേ ബാക്ക് ഇൻ 1850 letters went on horseback from the east coast of America. അങ്ങനെയാണ് ആദ്യമായി തുടങ്ങിയത്. 1850 ഈസ്റ്റ് ടു വെസ്റ്റ്, അമേരിക്കയുടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഹോഴ്സ് ബാക്കിൽ കുതിരപ്പുറത്ത് കത്തുകൾ കൊണ്ടുപോയി ആദ്യം തുടങ്ങിയത്. വൺ ഫ്രൈറ്റ് കമ്പനി ഡിസൈഡഡ് ടു speed things up by hiring 80 men to take mail on the to the west on the horseback. ഹോഴ്സ്ബാക്കിൽ കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 80 പേരെ ഹയർ ചെയ്തു. ഇൻ 1860 അങ്ങനെയാണ് ദ പോണി എക്സ്പ്രസ് വാസ് ഫോംഡ്. അതാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടി തുടങ്ങിയത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എവിടെ, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് വാസ് ദ പോണി എക്സ്പ്രസ് ഫോംഡ്? എങ്ങനെയാണ് പോണി എക്സ്പ്രസ് തുടങ്ങിയത്? അതാണ് ഇത് ഇവിടെ പറഞ്ഞത്. എവിടെയാ നോക്ക്, വേ ബാക്ക് ഇൻ 1850. ഇതാ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഏതുവരെ അണ്ടർ ദ സർക്കംസ്റ്റൻസ് പോണി എക്സ്പ്രസ് വാസ് ഫോംഡ്. ഇതുവരെയുള്ള ഉത്തരം എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തതിൻ്റെ ഉത്തരമായി. ഇനി അതിനുള്ള റൈഡേഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഓടിയിട്ടാണ് ഈ കുതിരപ്പുറത്ത് ഓടി ആണ് കൊണ്ടുവരുന്നത്. ദ റൈഡേഴ്സ് ഫോർ ദ പോണി എക്സ്പ്രസ് വാസ് ചൂസിങ് ഫോർ ദർ ലൈറ്റ് വെയിറ്റ് ആസ് വെൽ ആസ് ദർ റൈഡിങ്. നല്ല ഓട്ടക്കാരും ആവണം, വെയിറ്റ് കുറവുള്ള. മോസ്റ്റ് ഓഫ് ദം വർ യങ് ബോയ്സ്, ചെറുപ്പക്കാരായ ബോയ്സ് അല്ലേ. ദ റൂട്ട് ദേ അണ്ടർടുക്ക് വാസ് എ റഗ്ഡ് വൺ. ഇറ്റ് വെൻറ്റ് ഫ്രം, അവർ ഓടുന്ന വഴി, നമ്മുടെ ഇന്നൊക്കെ റോഡുകളാണ് ഉള്ളത്, പക്ഷെ അന്ന് റോഡുകളില്ലല്ലോ. ആ റോഡല്ല, കാടും മേടും ഒക്കെ കയറിഞ്ഞിട്ടാണ് ഓടുക. ഇറ്റ് വെൻ ഫ്രം സെൻറ്റ് ജോസഫ് മിസോറി ടു സാക്രമെൻറ്റോ കാലിഫോർണിയ. അമേരിക്കയിലെ സ്ഥലമാണ്. എന്താ, സെൻറ്റ് ജോസഫ് മിസോറി എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് കാലിഫോർണിയയിൽ സാക്രമെൻറ്റോ വരെയാണ്. എ ഡിസ്റ്റൻസ് ഓഫ് ഓവർ 1800 മൈൽസ്. 1800 മൈല്. ഒരു മൈലെന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്ററോളം വരും. അത്രയും ദൂരം ആയിരുന്നു ഓടിയത്. ഈച്ച് റൈഡ് റോഡ് എ ടോട്ടൽ ഓഫ് 75 മൈൽസ്. അപ്പോൾ 1800/50, 75 മൈൽ ഓരോരുത്തരും. അതിനിടയ്ക്ക് ചേഞ്ചിങ് പോണീസ് അറ്റ് ഇൻ്റർവെൽസ്. ദ മെയിൽ വാസ് ക്യാരീഡ് ഇൻ ലെതർ ബോക്സസ്. എങ്ങനെ കത്ത് കൊണ്ടുവരണം? ലെതർ ബോക്സസിൽ വിച്ച് വർ അറ്റാച്ച്ഡ് ടു സ്പെഷ്യൽ സാഡിൽ ബ്ലാങ്കറ്റ്. കുതിരപ്പുറത്ത് വെക്കുന്ന കുതിരയുടെ അതില്ലേ, അതിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. സാഡിൽ ബ്ലാങ്കറ്റിലാണ് ഈ കത്തുകൾ വെക്കുക. അതിൻ്റെ കൂടെ ഈ ആൾക്കാർ ഓടും. ദി ചേഞ്ചിങ് ഓഫ് പോണീസ് വാസ് ഡൺ ഇൻ 2 മിനിറ്റ്സ്. 2 മിനിറ്റ് കൊണ്ട് ഈ കുതിരേനെ മാറ്റും. The speed was a bonus because it cut the average delivery time from several weeks to about 10 days. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ലിസ്റ്റ് ഔട്ട് ദ മോഡേൺ വേയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ്
മോഡേൺ വേയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴത്തെ മോഡേൺ വേയ്സ് ഓഫ് എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ, വാട്സപ്പ്. അപ്പോൾ അത് എഴുതുക കേട്ടോ. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നോക്കൂ. ദ സ്പീഡ് വാസ് എ ബോണസ് ബിക്കോസ് ഇറ്റ് കട്ട് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ് ടു അബൌട്ട് 10 days. വേഗത്തിലാവും. ദ ഫാസ്റ്റസ്റ്റ് വേഗത്തിലായി കഴിഞ്ഞാൽ എന്താണ്? ഈ ഡെലിവറി ടൈം കുറയ്ക്കാം. ദ ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് വാസ് മെയ്ഡ് ഇൻ 7 days and 17 hours. അതാണ് ഏറ്റവും സ്പീഡിലുള്ള ട്രിപ്പ് എന്ന് പറയുന്നത്. ഏതാണ്? 7 ദിവസവും 17 മണിക്കൂറും കൊണ്ട് ഓടിയത്. ദിസ് റെക്കോർഡ് വാസ് സെറ്റ് ബൈ ദ റൈഡർ ക്യാരിയിങ് എബ്രഹാം ലിങ്കൺസ്. അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് അല്ലേ എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൻ്റെ കത്തുകൊണ്ട് US കോൺഗ്രസ്സിലേക്ക് പോയ കത്ത് വഹിച്ചു കൊണ്ടുപോയതാണ് ആദ്യത്തെ ഏറ്റവും വേഗത കൂടിയ റൈഡിങ് എന്ന് പറയുന്നത്. ദ പുവർ റൈഡേഴ്സ് ഹാഡ് ടു റൺ. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നാലാമത്തെ, ഇൻ വാട്ട് സെൻസ് സ്പീഡ് വാസ് എ ബോണസ്? എവിടെ അതിൻ്റെ ഉത്തരം എവിടെയുള്ളത്? ദ സ്പീഡ് വാസ് എ ബോണസ് ബിക്കോസ് ഇറ്റ് കട്ട് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം ഓവർ സെവറൽ വീക്സ് ടു അബൌട്ട് 10 days. ഇതുവരെ അല്ലേ? ഇതുവരേക്കുള്ളത് എഴുതി കഴിഞ്ഞാൽ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ അതായി. ഇനി ദ പുവർ റൈഡേഴ്സ് ഹാഡ് ടു റൺ ത്രൂ അൺനോൺ ടെറൈൻസ്. ഇപ്പോൾ ഓടുകയാണ് ഇതിൻ്റെ കൂടെ അല്ലേ. സം റൂട്ട്സ് എക്സ്പോസ് ദം ടു ദ അറ്റാക്സ് ഓഫ് റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിടിച്ച് തിന്നുന്ന നരഭോജികളാണ്. ആൻഡ് ലെഡ് ദം ത്രൂ ഡേഞ്ചറസ് ടെറിട്ടറീസ്. വലിയ അപകടകരമായ വിഭാഗത്തിൽ കൂടെയൊക്കെ ഓടണമായിരുന്നു. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്സ് ഫോർ ദ റൈഡേഴ്സ് ലിസ്റ്റഡ് വൺ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്. ഈ ഇതിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ്സിൽ ഒരു കാര്യം എഴുതിയിരുന്നത് ഓർഫൻസ് പ്രിഫേർഡ്. ഓർഫൻസ് എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛനും അമ്മയും, വീട്ടിലാരും ഇല്ലാത്തവർ. കാരണം ഇതിൽ മരണം എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പോണി എക്സ്പ്രസ്സിലെ റൈഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ റൈഡേഴ്സ്? അതെവിടെയുള്ളത്? ഇവിടെ പറഞ്ഞത് തന്നെ അല്ലേ. ഇവിടെ നോട്ട്. ദ പുവർ റൈഡേഴ്സ് ഹാഡ് ടു റൺ ത്രൂ അൺനോൺ ടെറൈൻസ്. സം റൂട്ട്സ് എക്സ്പോസ് ദം ടു ദ അറ്റാക്സ് ഓഫ് റെഡ് ഇന്ത്യൻസ് ആൻഡ് ലെഡ് ദം ത്രൂ ഡേഞ്ചറസ് ടെറിട്ടറീസ്. ഇതുവരെയായാൽ അഞ്ചാമത്തെ ചോദ്യമാണ്. ഇനി ഇത് പോണി എക്സ്പ്രസ് വാസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ലാസ്റ്റഡ് ഓൺലി ഫോർ 19 months. അധികകാലം നീണ്ടു നിൽക്കാത്തൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എത്ര? 19. ദെൻ ദർ വാസ് എ ടെലിഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. ഒരു തീരത്ത് നിന്ന് മറ്റേ കോസ്റ്റിലേക്ക് ഒരു ടെലിഗ്രാഫ് ലൈന്. അപ്പോൾ പോണി എക്സ്പ്രസ്സിൻ്റെ അടുത്തത് വന്നതാണ് ടെലിഗ്രാഫ്. ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഫാസ്റ്റർ വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമ്മയോടോ ഒക്കെ ചോദിച്ചാൽ അറിയാം. ടെലിഗ്രാം അടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നിർത്തി. നമുക്ക് വളരെ അർജൻറ്റായിട്ട് ചില മെസ്സേജുകളൊക്കെ കൊടുക്കണമെങ്കിൽ കമ്പി അടിക്കുക എന്ന് പറയും. അതാണ് ടെലിഗ്രാം. ബട്ട് ദി ഇൻവെൻഷൻ ഓഫ് റേഡിയോ, അടുത്ത് വന്നാണ് റേഡിയോ, ബ്രോട്ട് ഇൻ എ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത് വന്ന റേഡിയോ അത് വലിയൊരു ഗ്രോത്ത് ഇതിലുണ്ടാക്കി. വൈ വാസ് പോണി എക്സ്പ്രസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ്? അതാണ് ആറാമത്തെ ചോദ്യം. എന്താണ് പോണി എക്സ്പ്രസ് കഴിഞ്ഞ് അടുത്തത്? പോണി എക്സ്പ്രസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ് ബിക്കോസ് ഇവിടെ ആറാമത്തെ കണ്ടോ? ഇവിടുന്ന് തൊട്ട് തുടങ്ങിയിട്ട് പോണി എക്സ്പ്രസ് വാസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ് ബിക്കോസ് ഇറ്റ് ലാസ്റ്റഡ് ഫോർ ബൈ 19 months. ബൈ ദെൻ ദർ വാസ് എ ടെലിഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. ആറാമത്തെ ഉത്തരവായില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ പാസേജ്. ഇനി പാസേജ് നിറയെ തവണ വായിക്കട്ടോ.